രാവിലെ തന്നെ നല്ല കിടുക്കാച്ചി വ്യൂവും കണ്ടുകൊണ്ട് ഞാനിത് അങ്ങോട്ട് പോകുന്നറിയാമോ? ചെറുപുഞ്ചിരിയോടെ ടേറ്റെ നന്നിട്ട് പോകുന്നുണ്ടല്ലേ? ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണ്. ഇപ്പൊ മനസ്സിലായില്ലേ? നല്ല കിടിലൊരു സദ്യ കഴിക്കാൻ വേണ്ടി പോകുന്നതാണ്. RK കൺവെൻഷൻ സെന്ററിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കല്യാണത്തിന് വേണ്ടി പോയതാണ്. നമ്മളെത്തിയത് കുറച്ച് നേരത്തെ ആണോ എന്നൊരു സംശയം. കാരണം ആഡിറ്റോറിയത്തിൽ അധികം പേരൊന്നും എത്തിയിട്ടില്ലായിരുന്നു. അതേപോലെ സ്റ്റേജൊക്കെ ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് ഇട്ടിരിക്കുന്നതേ ഉള്ളൂ. സ്റ്റേജെല്ലാം അവിടെ നിന്ന് കണ്ടതിന് ശേഷം നേരെ കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിക്കാൻ വേണ്ടി പോയതല്ല, കഴിക്കുന്ന സ്ഥലം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി പോയതാണ്. ഇലയിലായിട്ട് കറികളെല്ലാം വിളമ്പി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പയ്യന്മാരെല്ലാം ആദ്യ പന്തി ഒരുക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. പറവറ കറികളെല്ലാം വെച്ച് പോകുന്ന കണ്ടില്ലേ? അതെല്ലാം നോക്കിയപ്പോ സ്വീകരണത്തിന് സമയമായി. പിന്നെ നേരെ അങ്ങോട്ട് പോയി കല്യാണ ചക്കന്തയിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന കണ്ടില്ലേ? അതേപോലെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്. ഇപ്പൊ തന്നെ കല്യാണത്തിന്റെ ഏകദേശ കാര്യങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. കല്യാണ പെണ്ണ് പിന്നോടെ ചിരിച്ചോണ്ട് നിൽക്കുന്നുണ്ടല്ലേ? സ്വീകരണത്തിന്റെ സമയം കഴിഞ്ഞത് കല്യാണത്തിന്റെ സമയമായി കേട്ടോ. മുഹൂർത്തം എത്തിയിട്ടുണ്ട്. താലികെട്ട് കഴിഞ്ഞവരുടെ കല്യാണ പെണ്ണിന്റെ ദേ ഒരു സീനുണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണിത്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതാണ് കേട്ടോ നമ്മുടെ യഥാർത്ഥ സന്തോഷം. സദ്യ കണ്ടില്ലേ? താലികെട്ട് കഴിഞ്ഞ ടപ്പേനെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. സദ്യ കഴിക്കാൻ വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊരു പായസ കൊതിയനാണെങ്കിൽ കണ്ടില്ലേ? 3 ഐറ്റം പായസമാണ് കേട്ടോ നമുക്ക് വേണ്ടി അവർ ഉണ്ടാക്കിയത്. എല്ലാവരും ചോറിനുള്ള വെയിറ്റിംഗിനാണ് കേട്ടോ. കറിയെല്ലാം വെച്ചത് അവര് ചോറ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പരിപ്പിന്റെ മേളിലേക്ക് നെയ്യല്ലേ ഈ ഒഴിക്കുന്നത്. ആ സാധനവും പരിപ്പും ചോറും ഈ കാണുന്ന കൂട്ടുകറികളെല്ലാം കൂടെ ഒരുമിച്ചൊരു കഴിപ്പുണ്ട് കേട്ടോ. ആ സമയത്ത് കിട്ടുന്നൊരു കഴിക്കുന്നവന്റെ മനസ്സ് നിറയും എന്നൊക്കെ പറയില്ലേ? അങ്ങനെ ഒരു സാധനം ഉള്ളിൽ നിന്ന് വരും. അത് വരണമെങ്കിൽ നല്ല ഷെഫായിരിക്കണം. നല്ല ഷെഫാണെങ്കിൽ നല്ല കാറ്ററിംഗ് ടീമായിരിക്കണം. അതെ, ഞാനിന്ന് പോയ കല്യാണത്തിന്റെ സ്റ്റേജും ഫുഡും ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇമ്മാനുവൽ കാറ്ററിംഗ് ആൻഡ് ഇവന്റ് ആണ്. ഞാൻ ഇവരുടെ ഫുഡ് കഴിച്ച് സർവീസും ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് കേട്ടോ പറയുന്നത്. നിങ്ങളുടെ ചടങ്ങിനും ഇവരെ വിളിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു സർവീസും ഫുഡും കിട്ടുന്നതാണ്.